കത്തോലിക്കാ വിശ്വാസികൾ പരിശുദ്ധ മറിയത്തിന് വളരെയധികം പ്രാധാന്യം നൽകുമ്പോൾ യേശു സുവിശേഷത്തിൽ സ്വന്തം അമ്മയായ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? പരിശുദ്ധ മറിയത്തിന് കത്തോലിക്കരും മറ്റ് അപ്പസ്തോലിക സഭാവിശ്വാസികളും അമിത പ്രാധാന്യം നൽകുന്നു എന്ന പരാതി പലപ്പോഴും കത്തോലിക്കർ ഉന്നയിക്കാറുണ്ട്. അത്തരം സംഭാഷണങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് യേശു തന്നെ മറിയത്തെ സ്ത്രീയെ എന്നൊക്കെയാണ് സുവിശേഷത്തിൽ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറിയത്തിന് ഇത്ര കണ്ട് പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? എന്നാൽ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ യേശു തൻ്റെ അമ്മയായ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കിയാൽ മറിയത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം നൽകണം എന്ന് നമുക്ക് മനസ്സിലാകും. അതിനായി വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, മോശ വഴി ലഭിച്ച 10 കൽപ്പനകൾ യഹൂദരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. 2, നിത്യജീവൻ ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുന്ന ധനികനായ യുവാവിനോട് ഈ കൽപ്പനകൾ ഉദ്ധരിച്ച് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന് യേശു പറയുന്നുമുണ്ട്. അങ്ങനെയിരിക്കെ യേശു തൻ്റെ അമ്മയായ മറിയത്തോട് ബഹുമാനമില്ലാതെ പെരുമാറി എന്ന് കരുതാനാകില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യേശു മറിയത്തെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലാണ് യേശു 2 അവസരങ്ങളിൽ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിരുന്നിൽ വെച്ച് വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരു ബൈബിൾ വിശകലനം വായിച്ചു നോക്കിയപ്പോൾ കണ്ട വിശദീകരണം ഇതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഭാഷകളിൽ സ്ത്രീയെ എന്ന് പറയുന്നത് പോലെ ബഹുമാനമില്ലാത്ത അർത്ഥത്തിലല്ല സ്ത്രീയെ എന്ന വാക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ മാഡം എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് പോലെയാണത്. എന്നാലും നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എന്ന് വിളിച്ചാൽ പോരെ? യഹൂദരാരും സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതായി വേറെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കത്തോലിക്ക ബൈബിൾ പണ്ഡിതൻ ബ്രാൻഡ് പീറ്ററെ പറയുന്നു. നമുക്ക് ഒന്നും കൂടെ ഈ വചനഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അടയാളമാണ് കാനായിലെ കല്യാണത്തിൽ വെച്ച് സംഭവിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം, 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഈ 3-ാം ദിവസം? ഒരു സാധാരണ ദിവസക്കണക്കെന്ന് തോന്നുമെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടരെ നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ മാതൃകയുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. സുവിശേഷത്തിന്റെ തുടക്കം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കത്തിന് സദൃശ്യമാണ്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 7 ദിവസത്തെ സൃഷ്ടികർമ്മ വിവരണത്തോടുകൂടി ആരംഭിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന്റെ വിവരണം ആരംഭിക്കുന്നത് ഇതുപോലെ ഒരു 7 ദിവസം വിവരിച്ചാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ട 3-ാം ദിവസം എന്ന പ്രയോഗം. 1-ാം ദിവസം സ്നാപക യോഹന്നാന്റെ സാക്ഷ്യത്തോടുകൂടി ആരംഭിക്കുന്ന ഈ വിവരണം അടുത്ത ദിവസം എന്നിങ്ങനെ കൂട്ടി 3-ാം ദിവസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കാനായിലെ വിവാഹം നടക്കുന്നത് 7-ാം ദിവസമാണ്. ഇത്തരം സാദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടികർമ്മത്തെ മാതൃകയാക്കിയാണ് യേശുവിൻ്റെ പരസ്യജീവിതത്തിന്റെ ആരംഭം രചിച്ചതെന്ന് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ പണ്ഡിതരൊക്കെയും അനുമാനിക്കുന്നു. യേശുവിൻ്റെ പരസ്യജീവിതം ഒരു പുതിയ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭമായാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്, യേശുവിനെ ഒരു പുതിയ ആദമായിട്ടും. യേശു ഒരു പുതിയ ആദം അല്ലെങ്കിൽ രണ്ടാമത്തെ അവസാനത്തെ ആദം എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒരു പുതിയ കാര്യമല്ല. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു, അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. പൗലോസ്ലീഹ കാണുന്നത് പോലെ യേശു ഒരു പുതിയ ആദം ആണെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം വഴി സംഭവിക്കുന്നത്
നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, അടിസ്ഥാനപരമായി ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം വഴിയുണ്ടായ അനന്തരഫലങ്ങളുടെ പരിഹാരം കൂടിയാണ് അന്ന് സംഭവിച്ചത്. നമ്മുടെ ഇന്നത്തെ വിഷയവുമായിട്ട് ഇതിനെന്താണ് ബന്ധം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശു മറിയത്തെ വീണ്ടും സ്ത്രീയെ എന്ന് വിളിക്കുന്നതും ഈ കുരിശിന്റെ ചുവട്ടിൽ വെച്ചാണ്. ഇത് യാദൃശ്ചികം മാത്രമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യേശു മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന രണ്ടവസരങ്ങളും യേശു പുതിയ ആദം എന്ന നിലയ്ക്ക് ആദ്യത്തെ ആദത്തിന്റെ പ്രവൃത്തികൾക്ക് പരിഹാരം ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തികളിലെ നാഴികക്കല്ലുകളാണ്. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനെ ചുറ്റിപ്പറ്റിയുള്ള 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ആദത്തെയും ഹവ്വായെയും തന്റെ ഛായയിൽ പാപമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു. ആദ്യ പാപത്തിന് മുന്നേ ഹവ്വ എന്ന പേര് ഉപയോഗിക്കപ്പെടുന്നില്ല, സ്ത്രീ എന്നേ വിളിക്കപ്പെടുന്നുള്ളൂ. മറ്റു ജീവജാലങ്ങൾക്ക് പേര് നൽകിയ ആദം ഹവ്വ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്നതിങ്ങനെ: ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി, സ്ത്രീ എന്ന് ഇവൾ വിളിക്കപ്പെടും. ചില ചിത്രീകരണങ്ങൾക്ക് വിപരീതമായി ഉൽപ്പത്തി 3:6 കാണുന്നത് പോലെ ആദ്യ പാപം സംഭവിക്കുമ്പോൾ ആദവും ഹവ്വായും ഒരുമിച്ചാണ്. അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പാപത്തിൽ വീഴുന്നത്. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ശിക്ഷ അവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്നു. ആദത്തിന് ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട കഠിനാധ്വാനവും ഹവ്വായ്ക്ക് വേദനയോടുകൂടിയുള്ള പ്രസവവും, ആത്യന്തികമായി മനുഷ്യന് മരണവും. അങ്ങനെയെങ്കിൽ പുതിയ ആദം വരുമ്പോൾ അവിടെ പുതിയ ഹവ്വ ഇല്ലേ? ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. ആദത്തെ പോലെ യേശുവിന് ജീവിത പങ്കാളി ഉള്ളതായി ഏതായാലും സുവിശേഷത്തിലെങ്ങും കാണുന്നില്ല. എന്നാൽ ഒരു പുതിയ ഹവ്വായുടെ കർത്തവ്യം പൂർത്തിയാക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വായെ സ്ത്രീ എന്ന് 11 വട്ടം വിളിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തെ മാതൃകയാക്കി എഴുതപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയത്തെ യേശു വളരെ വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന വിധം സ്ത്രീയെ എന്ന് 2 വട്ടം വിളിക്കുന്നു. ആദ്യ പാപം ചെയ്യാനായി ഹവ്വ ആദത്തിനെ പ്രേരിപ്പിക്കുമ്പോൾ യേശുവിനെ തന്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് മറിയമാണ്. സർപ്പത്തിന്റെ പ്രലോഭനം നിമിത്തം പാപം ചെയ്യുമ്പോൾ ആദത്തോടൊപ്പം ഹവ്വായുമുണ്ട്. തന്റെ കുരിശുമരണം വഴി യേശു പിശാചിനെ പരാജയപ്പെടുത്തുമ്പോൾ കുരിശിൻ ചുവട്ടിൽ മറിയവുമുണ്ട്. ഉൽപ്പത്തി 3:15 രക്ഷകനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം നമ്മൾ കാണുന്നു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇവിടെ സുവിശേഷത്തിൽ മറിയത്തിന്റെ സന്തതി പിശാചിന്റെ തല തകർക്കുന്നു. ആദിമ സഭാപിതാക്കന്മാരുടെ കാലം മുതൽക്കേ തന്നെ ഹവ്വായും പരിശുദ്ധ മറിയവും തമ്മിലുള്ള ബന്ധം വിശ്വാസികൾ മനസ്സിലാക്കിയിരുന്നു. 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ ലിയോണിലെ അയർനേസ് എഴുതുന്നത് ഇങ്ങനെ: മറിയത്തിന്റെ അനുസരണ വഴി ഹവ്വായുടെ അനുസരണക്കേടിന്റെ കെട്ടഴിക്കപ്പെട്ടു. ഹവ്വ തന്റെ അനുസരണക്കേട് വഴി തന്റെയും മനുഷ്യകുലത്തിന്റെ മുഴുവന്റെയും മരണത്തിന് കാരണമായതുപോലെ മറിയം തന്റെ അനുസരണം വഴി തന്റെയും മനുഷ്യകുലത്തിന്റെ മുഴുവന്റെയും രക്ഷയ്ക്ക് കാരണമായി. ഉൽപ്പത്തി പുസ്തകവും യോഹന്നാന്റെ സുവിശേഷവും തമ്മിലുള്ള ശക്തമായ സാദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷത്തിൽ കാണുന്ന മറ്റു പല വ്യക്തികളെയും പോലെ മറിയം ഒരു സാധാരണ സ്ത്രീ മാത്രം ആയിരുന്നില്ല. സ്ത്രീയെ എന്ന വിളിയിലൂടെ യേശു ബഹുമാനക്കുറവ് കാണിച്ചതുമല്ല, മറിച്ച് പുതിയ ആദത്തിന്റെ പുതിയ ഹവ്വായാണ് മറിയം, ഉൽപ്പത്തി 3:15 സ്ത്രീയാണ് മറിയം എന്ന് നമുക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. അതിനാൽ പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് വായിച്ചു നോക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൽ വളരെ സവിശേഷകരമായ സ്ഥാനം പരിശുദ്ധ മറിയത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ മറിയത്തിന് കത്തോലിക്കർ നൽകുന്ന സ്നേഹവും ബഹുമാനവും ബൈബിൾ വിരുദ്ധമല്ല, മറിച്ച് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള അനേകം
മനോഹരമായ ഉൾക്കാഴ്ചകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. അവയെപ്പറ്റിയും കത്തോലിക്ക വിശ്വാസ സംബന്ധമായ മറ്റനവധി വിഷയങ്ങളെക്കുറിച്ചും അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക.